വെച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു 6 മണിയുടെ ഫീലല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതെന്താണ് ഭയങ്കര മഴ കേട്ടോ. അപ്പൊ ഇന്ന് സ്കൂളൊക്കെ അവധിയാണ്. ഇന്ന് വെള്ളിയാഴ്ച അല്ല, പക്ഷെ സ്കൂൾ അവധി. അപ്പം പിള്ളേർക്ക് 3 ദിവസം അവധി കിട്ടി. ഇവിടെ ദച്ചുവിന് വയ്യ, അതുകൊണ്ട് അവള് സ്കൂളിൽ പോകുന്നില്ല. 3 ദിവസം കിട്ടി എനിക്ക്. നിനക്ക് ഇന്നലെ അവധിയായി, ഇവർക്ക് ഇന്നലെ അവധിയായിരുന്നു, അതുകൊണ്ട് 4 ദിവസം. അപ്പൊ ഞങ്ങളുടെ ഇവിടെ മറ്റേ പൂവ് വിരിഞ്ഞിട്ടുണ്ട്, അശോകപ്പൂവേ. അപ്പൊ ഇതൊന്ന് കുറുക്കാന്ന് വെച്ച് സൂപ്പ് കുറുക്ക് കുടിക്കുള്ളൂ. അപ്പൊ കുറുക്കുണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അത് തന്നെ പറിച്ചു. മഴയാകുമ്പോ കുറച്ച് ദിവസം ഒഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കുറെയൊക്കെ. അപ്പൊ നേരത്തെ ഞാൻ പറിച്ച് ഇതിനിപ്പോ വൃത്തിയാക്കി നമുക്ക് കുറുക്കുണ്ടാക്കാം കേട്ടോ. ഇത് ഇളക്കി എടുക്കുകയാണ്. നല്ല ടാസ്കാണ് ഈ പണി. ഇത് ഇളക്കി എടുത്തതിന് ശേഷം ഇതിൽ പുഴു ഉണ്ടോന്നൊക്കെ നോക്കണം. ചിലതിൽ പുഴുവൊക്കെ കാണും കേട്ടോ. ഇന്നലെ ആണെങ്കിൽ ഒരു പൊടി ഉറങ്ങിയിട്ടില്ല. ഡച്ചു വന്നിട്ട് ഒട്ടും വയ്യാത്തത് കൊണ്ട് ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. വിഷുവിനെ കുറച്ചു നേരം പഠിപ്പിച്ചതിന് ശേഷം ഞാൻ കിടന്നുറങ്ങും. അതാണ് നടക്കാൻ പോകുന്നത്. വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ഫുള്ള് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മള് നേരത്തെ വെളിയിൽ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കാൻ. നല്ല സ്ലിപ്പാവും കേട്ടോ വെളിയിൽ, അതൊന്നാമത്തെ പ്രശ്നമാണ്. ഫോറസ്റ്റിൽ വരുമ്പോൾ മഴയും കാറ്റും ഒരുമിച്ച് വരില്ലേ. അപ്പോൾ നമ്മളവിടെ സ്റ്റെയറിലാവും, അപ്പം നമ്മൾ സ്ലിപ്പായി വീണു. ഞാൻ ഒരു ദിവസം സ്ലിപ്പായി വീണ് മുട്ടുപോയി. ഓർമ്മ വേണ്ട അത് എന്തിനാണിട്ട് ഓടി. അവിടെ നിന്ന് റൂമിൽ കിടക്കാതെ കുറെ നേരമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ സോഫയിൽ വന്ന് കിടന്നുറങ്ങുകയാണ് കേട്ടോ. ദച്ചില്ലേ ഇനി 5 മിനിറ്റ് വന്ന് കുറച്ച് നേരം എണീറ്റ് പെട്ടെന്ന് ഇറങ്ങുക. അത് അത്രയ്ക്ക് ക്ഷീണമുണ്ട്. നല്ല ദേഹവേദന ഉണ്ട് കേട്ടോ. അവിടെ കളിച്ചതിൻ്റെ ദേഹം ഫുള്ളാണെങ്കിൽ തലകുത്തി മറിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെതൊക്കെ ആയിട്ട് ബോഡി പെയിന് നന്നായിട്ടുണ്ട്. വിഷുവിന് കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചും കൂടെ ലോങ് ഇത് കുറെ സമയം എടുക്കും കേട്ടോ. ഇതിങ്ങനെ പിച്ചു അവിടെ നിന്ന് എന്റെ തലേന്ന് ചിലങ്കി കയറിയായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര ടാസ്ക്കാണ് ഈ പണി. ഈ സാധനം കണ്ടാ ഇത് വരല്ലേ അത് ഒന്നാമത്തെ ടാസ്ക്കാണ്. പൂ മാത്രം എടുക്കാം. വേറെ ഇഷ്ടംപോലെ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. മേളിലോട്ടൊക്കെ ഇഷ്ടംപോലെ ചിലത് വന്നിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ചിലത് വന്നിട്ടില്ല, അതാ കിടക്കുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കഴുകണം. എങ്കില് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുള്ള് മഴ നനഞ്ഞുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് നിൽക്കുകയാണ്. എങ്കിലും ഒരു ഡൗട്ട്, ഈ ചെടിക്ക് ഒരു കുഴപ്പമുണ്ട്. കാരണം ഈ ചെടിക്ക് ആട്ടാമ്പുഴുവായിട്ട് ഭയങ്കര ആട്ടാമ്പുഴു എപ്പോഴും ഈ ചെടിക്കകത്ത് ഉണ്ടാവും. കണ്ടതാ ഒരു വണ്ട് ഒരു വണ്ട് കയറിയിരിക്കുവാണ്. അതാണ് ഇതാ എണീറ്റിട്ടുണ്ട് വെച്ചു. അപ്പൊ ഇതുണ്ടല്ലോ കുറുക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ കഴുകി വെച്ച പൂവെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഇടുകയാണേ. മിക്സിയുടെ ജാറിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉരുവാണ് കേട്ടോ. മക്കൾക്ക് എന്തോന്ന് വേണം? ദോശ വേണോ? ഇത് മതിയാ? കുറുക്ക് മതിയാ? ദച്ചുവിന് കുറുക്ക് മതി എന്നാണ് പറഞ്ഞത്. ഇഡലിയല്ല, ദോശ. എന്നിട്ട് നമ്മൾ അമൃതം പൊടി ഉണ്ടല്ലോ, അത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അരിപ്പൊടിക്ക് വരെ ഞാൻ ഈ അമൃതം പൊടിയാണ് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നത് കേട്ടോ. ഇനി തേങ്ങ
തേങ്ങ എല്ലാം ഇട്ട് എടുക്കാം. ഇത് അരച്ചിട്ടെടുക്കാമേ. ഇത് എന്നിട്ട് ഒരു ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം. ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇല്ലേ, മഞ്ഞപ്പൊടി ഇട്ടു, അടച്ചു വെച്ചു. ഇതാണ് അവസ്ഥ ഇപ്പത്തെ. എന്നിട്ട് നമ്മൾ നെയ്യില്ലേ, നെയ്യും കൂടി അടിപൊളി നെയ്യെല്ലാം സെറ്റായിട്ടിരിക്കും. ഒരു സ്പൂൺ നെയ്യും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കൊതിപ്പിക്കല്ലേ ആക്കിയെടുക്കാം. മനുഷ്യനായിട്ട്. ഇനി ഇത് നമുക്ക് കാച്ചിയെടുത്താൽ മാത്രം മതി കേട്ടോ. കുറുക്കറ ഈ ഒരു തിക്നെസ്സിലാണ് എനിക്ക് ഇത് മതി. ഇത് കാരണം ദച്ചുവിന് ഇങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഇത് നമ്മൾ ഉരുളിയിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ മറ്റേ അലുവയില്ല, അലുവ ഉണ്ടാക്കുന്നത് പോലെ നന്നായിട്ട് ഇങ്ങനെ കട്ടയായിട്ട് നമുക്ക് മുറിച്ചെടുത്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഞാനിതിൽ ഇത്തിരി വെള്ളം കൂട്ടി ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ഇത്. ദച്ചുവിന് ഇങ്ങനെ കുറുക്കായിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. വിഷനും കുടിക്കും കേട്ടോ ഈ സാധനം. അതുകൊണ്ട് നമ്മുടെ ജനലി കണ്ട നമ്മളെ ഇതാണ്ടത്ത് ഒരാൾ വന്നേക്കുന്നത് കണ്ട. സ്കൂളില്ലാത്തതുകൊണ്ട് ഇതാ 3 എണ്ണം കൂടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ശരിയാക്കി കൊടുക്കാം. ദച്ചുവിനുള്ള കുറുക്ക് വന്നു. ഹാപ്പി ആയോ? ബാ ഇവിടോട്ട് വന്നിരിക്കും. ഓട്ടോ അവിടെ എനിക്ക് സ്പേസ് ഇല്ല. അപ്പോൾ ചൂടാണ് കേട്ടോ. നല്ല ചൂട് കുറുക്ക്, നല്ല ചൂട് കുറുക്ക്. ചൂട് കുറുക്ക് കേട്ടോ. അതുകൊണ്ട് തെച്ചുന് ഊതിക്കുടി എങ്ങനെയുണ്ട്? കൊള്ളാം. ഒന്നും പനിയില്ല, ഒന്നും കഴിച്ചില്ലെങ്കിൽ ഇത് കുടിച്ചാൽ മതി. നല്ല ശക്തി കിട്ടും. എന്തോന്ന് കിട്ടും? ശക്തി കിട്ടും. ശക്തിമാനാവും. എന്താ വെളിയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ വെളിയിൽ ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ വെളിയിലത്തെ കാര്യങ്ങളൊന്ന് മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, ഒരു രക്ഷയില്ല. തുണി കഴുകിയിട്ട് ഉണക്കാൻ ഒരു മാർഗവും ഇല്ല. വെയിലാണെങ്കിൽ അങ്ങേ അറ്റത്തെ വെയിൽ, ചൂട് കാരണം കിടക്കാൻ പറ്റില്ല. മഴയാണെങ്കിൽ മഴ പെയ്തോണ്ടേ ഇരിക്കുകയാണ്. എവിടെ പോണ് രണ്ടുപേരും കൂടി? അച്ഛൻ വിളിക്കണ? സഹീരിതോ അവിടെ എന്തോ കഴിച്ച്? ഒന്നും കഴിച്ചില്ലേ? കുറുക്കരട്ടാ. രാവിലെ സ്കൂളില്ലാത്തോണ്ട് അല്ലെന്നുണ്ട് കണ്ട എന്താ ഹാപ്പിയാന്ന് നോക്കിയ മുഖത്ത് 100 വോൾട്ടിന്റെ ബൾബ് കത്തിയിരിക്കുകയാണ്. ലവെന്തോ ഒരു ചെവിയിലെന്തോ കുന്ത്രണ്ടോ എടുത്ത് വെച്ചിട്ട്. ആര്? അച്ഛൻ വിളിക്കണ. അങ്ങനെ അവിടെ പോയി അവർ രണ്ടും കൂടി ഇരുന്നോണ്ട് ദച്ചുതോ അവരുടെ അടുത്ത് പോയി, പിന്നെ അവരുടെ അടുത്ത് പോയിരുന്നു കേട്ടോ. ഇനി ഞാൻ ഈ കുറുക്കും കൊണ്ട് അവളുടെ പിറകെ പോണം. എങ്ങനെയെങ്കിലും കുടിച്ചാൽ മതി. പക്ഷെ അവള് വേണമെന്ന് പറഞ്ഞ് ദോശ ഉണ്ടാക്കി. അപ്പം ദോശ വേണ്ട, കുറുക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ദാ ബൈ ഡേ ബൈ ബൈ ഡ്രാക്കുളെ നീലി ബൈ ഡ്രാക്കുള ബൈ കുട്ടിച്ചാത്ത